ഭഗവത്ഗീത, ശ്രീമദ് ഭഗവത്ഗീത. ഭാരതത്തിലെ ശാസ്ത്രങ്ങളെല്ലാം തന്നെ കൈവഴിയായി വന്നിട്ടുള്ളത് വേദങ്ങളിൽ നിന്നാണ്. വേദങ്ങളിൽ നമ്മൾ പിന്നീട് പറയാം. അതിൻ്റെ മുമ്പ് വേദം എന്ന് മാത്രം ഒരു വാക്യം പറയുന്നു. കൃഷ്ണദ്വൈപായനൻ എന്ന് പറഞ്ഞൊരു മഹൽ വ്യക്തി വേദം ഒന്ന് പഠിച്ചു. കൃഷ്ണദ്വൈപായനൻ എന്ന് പറഞ്ഞാൽ കൃഷ്ണ എന്ന് പറഞ്ഞ അമ്മയുടെ പേരാണ്. ദ്വൈപായനൻ എന്ന് പറഞ്ഞാൽ ദ്വീപിൽ ജനിച്ച ആള്. അപ്പൊ കൃഷ്ണ എന്നുള്ള പേരിൽ ദ്വീപിൽ ജനിച്ച ഒരാള് ആണ് കൃഷ്ണദ്വൈപായനൻ. അദ്ദേഹം വിദഗ്ധനായിരുന്നു. വേദം ഒന്ന് വായിച്ചു. വേദം വായിച്ച സമയത്ത് അദ്ദേഹത്തിന് അത് പലതരമായിട്ട് തോന്നി. കാരണം പലതും സംഗീതാത്മകമാണ്, പലതും താത്വിക വശങ്ങൾ മാത്രമാണ്, ചിലത് മാധ്യമങ്ങളെ സംബന്ധിക്കുന്നതാണ്, ചിലത് സമന്വയത്തെ സംബന്ധിക്കുന്നതാണ്. അപ്പം അദ്ദേഹം വിചാരിച്ചു അതൊക്കെ തരംതിരിക്കാമെന്ന്. അങ്ങനെ ഈ തത്വങ്ങളെല്ലാം കൂടി, ഇറുക്കുകളെല്ലാം കൂടി, ഈ പ്രപഞ്ച വാഴ്ത്തുന്നതായിട്ടുള്ള വസ്തുതകളെല്ലാം കൂടി പെറുക്കിയെടുത്ത് ഇറുക്കുകളെല്ലാം പെറുക്കിയെടുത്ത് നോക്കുമ്പോൾ 21 ശാഖ ഉണ്ടായിരുന്നു. ആ 21 ശാഖയ്ക്ക് ഋഗ്വേദെന്ന് പേരിട്ടു ആൾ. പിന്നെ രണ്ടാമത്തെ മാധ്യമങ്ങളെ സംബന്ധിച്ച് എല്ലാം കൂടി പെറുക്കിയെടുത്തു. അത് 109 ശാഖകൾ കിട്ടി. 150 ശാഖ അതിന് യജുർവേദെന്ന് പേരിട്ടു, മാധ്യമങ്ങളെ സംബന്ധിക്കുന്നത്. മൂന്നാമത് ഹാർമണി. ഇപ്പം ഈ മാധ്യമങ്ങളും പ്രപഞ്ചവും തമ്മിലുള്ള സമന്വയം, സമവർത്തിത്വം, അതിനെ സംബന്ധിക്കുന്ന 1000 ശാഖകൾ കിട്ടി. അതിന് സാമവേദെന്ന് പേരിട്ട്. അത് കഴിഞ്ഞ് പിന്നെ ബാക്കിയുള്ള എല്ലാം കൂടി സകലവിലാവി, മിസലേനിയസ് എല്ലാം കൂടി കൂട്ടി 50 ശാഖ ഉണ്ടായിരുന്നു. അതിന് അഥർവവേദെന്ന് പേരിട്ടു. 21, 109, 1000, 50, 1180 ശാഖകൾ കിട്ടിയത് മൊത്തം. അപ്പം അതിൽ ഓരോ ശാഖയിലും പറഞ്ഞ വസ്തുത എന്താണെന്ന് അറിയണമെങ്കിൽ ആ ശാഖയിൽ പറഞ്ഞ വസ്തുത ആ മഹർഷി ഏതൊരവസ്ഥയിലാണോ പറഞ്ഞത് ആ അവസ്ഥയെ നമ്മൾ പ്രാപിച്ചാലേ അത് മനസ്സിലാവുള്ളൂ നമുക്ക്. അപ്പം അതുകൊണ്ട് അതിനുവേണ്ടി ഓരോ ശാഖയിൽ ഓരോ ഉപനിഷത്ത് ഉണ്ട്. ആ ഉപനിഷത്ത് മനനം ചെയ്ത് ആ ശാഖ വായിച്ചാലേ അതിലുള്ള കാര്യം വ്യക്തമായി മനസ്സിലാവുള്ളൂ. അങ്ങനെ ഋഗ്വേദത്തിൽ 21 ശാഖകളിൽ 21 ഉപനിഷത്ത്, മറ്റേ 108, 1000, 50, 1180 ശാഖയിൽ 1180 ഉപനിഷത്തും ഉണ്ട്. ഈ ഉപനിഷത്ത് എങ്ങനെ വെച്ചാൽ അതിൻ്റെ വേദത്തിലുള്ള ആ ശാഖയിലുള്ള എല്ലാ കാര്യങ്ങളുടെയും അന്തരാർത്ഥം എല്ലാം കൂടി വ്യക്തമായി പറഞ്ഞു വെച്ചിട്ടുള്ള ഉപനിഷത്ത് ചർച്ചയായിട്ട്, ഡയലോഗായിട്ട് പറഞ്ഞ് വ്യക്തമാക്കുന്ന. അപ്പോൾ അന്തസാരം, വേദത്തിൻ്റെ അന്തസാരമാണ് വസത്ര ഉപനിഷത്തുകൾ, 1180 ഉപനിഷത്തുകൾ. പിന്നീട് എന്ത് ചെയ്തു വെച്ചാൽ ഈ കൃഷ്ണദ്വൈപായനൻ വേദത്തെ ബേസിക്ക എന്ന് പറഞ്ഞാൽ തരംതിരിക്കുക, ക്ലാസിഫൈ ചെയ്യാന്ന്. അതുകൊണ്ട് വേദവ്യാസൻ എന്ന് അദ്ദേഹത്തിന് പേര് അതുകൊണ്ടാ പറയണം. അദ്ദേഹം പിന്നെ എന്ത് ചെയ്തു, ഈ ഉപനിഷത്തെല്ലാം കൂടി നോക്കുമ്പോൾ എല്ലാറ്റിലും ഒന്നിലും മറ്റേതിൻ്റെ ആവർത്തനം കുറേയുണ്ട്. ഇതിന്റെ ആവർത്തനം മറ്റേലുണ്ട്. എല്ലാം ഈ 1180 ഉപനിഷത്ത് ഒരുപാട് ആവർത്തനങ്ങളുണ്ട്. ഈ ആവർത്തനങ്ങളൊക്കെ കളഞ്ഞ് അല്ലാത്ത എല്ലാം കൂടി കൂട്ടിച്ചേർത്ത് ഒരു ബുക്കാക്കി ആണ് ഭഗവത്ഗീത. അപ്പൊ ഭഗവത്ഗീത എന്ന് പറഞ്ഞാൽ 1180 ഉപനിഷത്തുകളുടെ സാരാണ്. ഈ ഉപനിഷത്ത് എന്ന് പറഞ്ഞാൽ വേദത്തിന്റെ സാരാണ്. വേദസാരം ഉപനിഷത്തായി, ഉപനിഷത്ത് ഭഗവത്ഗീതയായി. അപ്പൊ ഭഗവത്ഗീതന്റെ മഹാത്മ്യതാണ്. 700 ശ്ലോകങ്ങളിലാണ് ഭഗവത്ഗീത എഴുതപ്പെട്ടിട്ടുള്ളത്. പിന്നെ 18 അധ്യായമായിട്ട്